കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 31-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും മാത്രമേ വരികയുള്ളൂ. ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന സ്വഭാവം നാം വളർത്തിയെടുക്കുകയാണെങ്കിൽ, അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുവാൻ നാം പരിശീലിക്കുമെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. തിരുവചനത്തിൽ നാം കാണുന്നു, ദൈവത്തെ ആരാധിക്കുകയും ദൈവഹിത പ്രകാരം ജീവിക്കുകയും ചെയ്ത പത്രോസ് മുടന്തനായ മനുഷ്യനെ നോക്കി വിളിച്ചു പറഞ്ഞു: എന്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ. ഉടൻ തന്നെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ആ മുടന്തനിൽ വ്യാപരിച്ചു. മുടന്തനായ മനുഷ്യന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ എഴുന്നേറ്റ് നടന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ നിരാശകളെ പ്രത്യാശയാക്കി മാറ്റുവാൻ, തളർന്ന മനസ്സുകൾക്ക് ബലം ലഭിക്കുവാൻ, ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്ത, ഒരിക്കലും തകർക്കുവാൻ കഴിയാത്ത യേശുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്കു ഞാൻ ദീർഘായുസ് നൽകും. നമ്മുടെ കർത്താവായ യേശുവിനെ ഇന്ന് നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കൊടുക്കാം. നമ്മുടെ ദൈവം രാജാതി രാജനായ കർത്താവ്, ദേവാദി ദേവനായ അവിടുത്തെ ഈ നിമിഷം നമുക്ക് ആരാധിക്കാം. 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനായ കർത്താവ്, നമ്മുടെ കർത്താവായ യേശുവിനെ ആരാധിക്കുമ്പോൾ ഇന്ന് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ കൊടുത്തുകൊണ്ട് പാടാം. എൻ മനമേ സ്തുതിക്ക നിൻ നാഥനെ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയ. ഹല്ലേലൂയ. എൻ മനമേ സ്തുതിക്ക നിൻ നാഥനെ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ആമേൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. എൻ മനമേ സ്തുതിക്ക നിൻ നാഥനെ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയ. ആമേൻ. എൻ മനമേ സ്തുതിക്ക നിൻ നാഥനെ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. ആമേൻ. ആമേൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. സകല ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായ ദൈവം,
നമ്മുടെ കർത്താവായ യേശു. നമുക്കേവർക്കും നമ്മുടെ കർത്താവായ യേശുവിനെ വണങ്ങി ആരാധിക്കാം. ഇന്നത്തെ ദിവസം ദൈവത്തെ ആരാധിക്കുന്ന ദിവസമായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. ആരാധനയും സ്തുതിയും സ്തോത്രവും ഓ എൻ്റെ യേശുവേ, സ്വീകരിപ്പാൻ യോഗ്യൻ നീ മാത്രം. ആരാധനയും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യൻ നീ മാത്രം. നാം ഒന്നായി ചേർന്നു വണങ്ങി നമിക്കാം നമുക്കായി കരുതുന്ന ദൈവത്തെ. ആമേൻ. നാം ഒന്നായി ചേർന്നു വണങ്ങി നമിക്കാം നമുക്കായി കരുതുന്ന ദൈവത്തെ. എൻ്റെ യേശുവേ, ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആശ്വാസവും അവിടുന്ന് തന്നെ. ഞങ്ങളെ താങ്ങി നടത്തുന്ന കർത്താവെ, അങ്ങേ ഈ നിമിഷം ഞങ്ങൾ ആരാധിക്കും. അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്രയിപ്പാൻ യോഗ്യനാം യേശുവേ, യേശുവേ, ആശ്വാസമായി നീ മതിയെന്നുമേ. ആശ്രയിപ്പാൻ യോഗ്യനാം യേശുവേ, ഓ യേശുവേ, ആശ്വാസമായി നീ മതിയെന്നുമേ. അല്ലലെല്ലാം അകറ്റും രാജാധിരാജൻ താങ്ങും തണലും നീ മാത്രം. ആമേൻ. അല്ലലെല്ലാം അകറ്റും രാജാധിരാജൻ താങ്ങും തണലും നീ മാത്രം. നാം ഒന്നായി ചേർന്നു വണങ്ങി നമിക്കാം നമുക്കായി കരുതുന്ന ദൈവത്തെ. ഹല്ലേലൂയ. ഒന്നായി ചേർന്നു വണങ്ങി നമിക്കാം നമുക്കായി കരുതുന്ന ദൈവത്തെ. അവന്റെ യേശു ദേവാദിദേവൻ, കർത്താവ് അവിടുന്ന് കർത്താതി കർത്തൻ, പതിനായി പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനായ ദൈവം. ആമേൻ. ദേവാധിദേവൻ കർത്താധികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. കർത്താവായ യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നമ്മിലും നമ്മുടെ ജീവിതത്തിലും കർത്താവായ യേശുവിന്റെ അനുഗ്രഹവും സമൃദ്ധിയും കടന്നു വരികയും നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.